2006 ഡ്രൈവിംഗ് പഠിച്ചതാണ്. പിന്നെ അധ്യാപികയായിരുന്നു. മൂന്നാർ മുത്തുമുടി സ്വദേശിനി ജയകുമാരി ഇങ്ങനെ ജീപ്പിന്റെ വളയം പിടിച്ച് തന്റെ ജീവിതയാത്ര ആരംഭിച്ചിട്ട് 2 പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഡ്രൈവിംഗ് പഠിച്ചത് കാറിലായിരുന്നു. പക്ഷേ മുത്തുമുടിയിലേക്കുള്ള ജയകുമാരിയുടെ വീട്ടിലേക്ക് ജീപ്പ് മാത്രം കഷ്ടിച്ചെത്തുന്ന സാഹചര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നൊന്നും ആലോചിക്കാതെ ജയകുമാരി ജീപ്പ് സ്വന്തമാക്കി. കുണ്ടും കുഴിയും നിറഞ്ഞ ദുർഘട പാതയിലൂടെ വളയം പിടിച്ചു തുടങ്ങി. ഇന്ന് എത്ര ദൂരെ എവിടെ പോകണമെങ്കിലും ജയകുമാരി ജീപ്പിലാണ് യാത്ര. അങ്ങനെ ജീപ്പിലെ യാത്ര ജയകുമാരിയുടെ ജീവിതയാത്രയായി മാറി. ഞങ്ങളുടെ ഏരിയയിൽ വീട്ടിൽ പോകാനും വരാനുള്ള സൗകര്യം ജീപ്പിലേ പറ്റത്തുള്ളൂ. അവിടെ ഓഫ് റോഡാണ്. അത് എന്നും ഞാൻ ജീപ്പിലാണ് പോകുന്നുണ്ട്. ടീച്ചറായിരുന്നു. പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മരണത്തിന് ശേഷം ഞാൻ അവനെ നോക്കിക്കൊണ്ടിരുന്ന ഈ കേരള വിഷൻ നടത്തിക്കൊണ്ടിരുന്നു. അതിനെ ഞാനിപ്പോൾ എടുത്ത് നടത്തുന്നു. ടീച്ചറിൻ്റെ ജോലി കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അതാണ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡ് ഓഫ് റോഡ് ആയതുകൊണ്ട് ഞാൻ പഠിച്ചേ പറ്റൂ എന്നുള്ള ഒരിതിൽ ജീപ്പ് പഠിച്ചു. ജീപ്പ് ഓടിക്കുന്നതിൽ തഴക്കം വന്നതുപോലെ കരാട്ടെ പരിശീലനവും ജയകുമാരി ജീവിതത്തിന്റെ ഭാഗമാക്കിയിരുന്നു. വിവിധ സ്കൂളുകളിൽ 20 വർഷത്തിലധികമായി ജയകുമാരി കുട്ടികൾക്ക് കരാട്ടെ പരിശീലിക്കുകയായിരുന്നു. എന്നാൽ കേരള വിഷൻ കേബിൾ ഓപ്പറേറ്ററായ അനുജന്റെ വിയോഗത്തിന് പിന്നാലെ കേരള വിഷൻ കേബിൾ TV നെറ്റ്വർക്ക് ഏറ്റെടുത്ത് നടത്തുകയെന്ന അപ്രതീക്ഷിത തീരുമാനത്തിലേക്ക് എത്തിയ ജയകുമാരി ഒരു സംരംഭക കൂടിയാണ്. ആത്മവിശ്വാസത്തിന്റെയും കഠിന പ്രയത്നത്തിന്റെയും കരളുറപ്പുള്ള കഥയാണ് ഈ വനിതാ ദിനത്തിൽ ജയകുമാരിക്ക് പറയാനുള്ളത്. വിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.